ഹലോ ഓൾ, ഞാൻ ഡോക്ടർ ദിവ്യ ജോസ്, എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിലെയും ഡിവൈൻ റോസ് വിമൻസ് ക്ലിനിക്കിലെയും കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ബ്രീച്ച് അഥവാ ബേബി തല തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ എന്താണ് കുഴപ്പം? പലപ്പോഴും നേരത്തെ സ്കാനുകൾ അല്ലെങ്കിൽ 7 മാസം 8 മാസമൊക്കെ ചെയ്യുമ്പോൾ സ്കാനുകളിൽ ബേബിയുടെ ലൈ വേരിയബിൾ ലൈ അല്ലെങ്കിൽ ബ്രീച്ച് എന്നൊക്കെ കൊടുക്കാറുണ്ട്. അതായത് ബ്രീച്ച് പോർഷൻ, ബേബിയുടെ ബട്ടക്സ് പോർഷനാണ് താഴെ ഇരിക്കുന്നത്. നോർമലായിട്ട് നമുക്ക് ഡെലിവറി ആവാറാവുമ്പോഴേക്കും ബേബിയുടെ തല, അതായത് വേർട്ടെക്സ് അല്ലെങ്കിൽ കെഫാലിക് പോർഷനാണ് താഴെ ഇരിക്കേണ്ടത്. അപ്പോഴാണ് നോർമലായിട്ട് നമുക്ക് ഡെലിവറി പോസിബിൾ ആവുന്നത്. ഇനിയിപ്പോൾ ബ്രീച്ച് ആണെങ്കിൽ എന്താണ് പ്രോബ്ലം? ബ്രീച്ച് ഡെലിവറി വന്നു കഴിഞ്ഞാൽ എന്താണ് കുട്ടിക്ക് പ്രോബ്ലം? ബ്രീച്ചായിട്ട് കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ ബ്രീച്ചായിട്ട് കിടക്കുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഡെലിവറി നടക്കുമ്പോൾ ബട്ടക്സ് വരുന്നു, ഷോൾഡർ വരുന്നു, പിന്നെ ഹെഡാണ് വരുന്നത്. ഇപ്പോൾ നോർമൽ ഒരു വെജൈനൽ ഡെലിവറിയിൽ ഹെഡ് ആദ്യം വരുമ്പോൾ ഈ പാസേജിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹെഡ് പല ഷേപ്പ് മോഡിഫിക്കേഷൻസിലൂടെയൊക്കെ കടന്നുപോയി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഹെഡിന് കിട്ടും. അപ്പോൾ നമുക്ക് ബേബിയുടെ തലയിലെ സൂച്ചേഴ്സൊക്കെ കൊണ്ടും ബേബിയുടെ തലയിലെ സ്പേസസ് ഒക്കെ കൊണ്ടും തല പതുക്കെ ഒന്ന് ഈ ഒരു ഷേപ്പിലേക്ക് അഡ്ജസ്റ്റഡായി ആ പാസേജിന് വേണ്ടി മോഡിഫൈ ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് സ്ലോലി ഓരോ കൺട്രാക്ഷൻസ് വരുമ്പോൾ ചേഞ്ച് വന്ന് പതുക്കെ ഇറങ്ങി വന്ന് ഡെലിവറി ആകുന്നു. പക്ഷേ ബ്രീച്ച് ആകുമ്പോൾ ഇതിനുള്ളൊരു സമയമില്ല. ബട്ടക്സ് വന്നു, ഷോൾഡർ വന്നു, പിന്നെ ഹെഡാണ് വരുന്നത്. നമുക്ക് അതിനുള്ളൊരു ടൈമില്ല. ഹെഡിനെ ഒന്ന് മോൾഡ് ചെയ്യാനോ ഹെഡിനെ ഒന്ന് ഷേപ്പ് ചേഞ്ച് ചെയ്യാനോ ഒരു ടൈമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് വന്ന് സ്റ്റക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ബോഡി പുറത്തേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ബേബി ശ്വാസം എടുക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഹെഡ് വരാൻ താമസിച്ചാൽ ബേബിക്ക് ഓക്സിജനേഷൻ്റെ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെലിവറിയിൽ ഈ ഒരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നോർമൽ ഡെലിവറി ബ്രീച്ച് ആണെങ്കിൽ സേഫ് അല്ല എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്രീച്ച് ബേബീസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ളത് ആരൊക്കെയാണ്? ഇപ്പോൾ ട്വിൻസ് ബേബീസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ബേബി ബ്രീച്ചായിട്ട് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ട്വിൻസ് അല്ലെങ്കിൽ ട്വിൻസ് ഇല്ലെങ്കിൽ തന്നെ ബ്രീച്ച് ബേബി ആവാനുള്ള സാധ്യതയുണ്ട്. പ്ലാസൻ്റ താഴെയാണെങ്കിൽ, പ്ലാസൻ്റ താഴെ വന്നിരിക്കുമ്പോൾ തലയ്ക്കുള്ള സ്പേസ് അക്കോമഡേഷൻ ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ബട്ടക്സ് ആയിട്ട് തിരിഞ്ഞ് കിടക്കാറുണ്ട്. അല്ലെങ്കിൽ യൂട്രസിൽ എന്തെങ്കിലും ഷേപ്പ് വേരിയേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ അതുപോലെ ബ്രീച്ചായിട്ട് കിടക്കാം. അപ്പോൾ ഇങ്ങനെ ബ്രീച്ച് ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നോർമൽ ഡെലിവറി പോസിബിൾ അല്ല, അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻസ് ഉള്ളത് ബ്രീച്ച് ഡെലിവറി ആണെങ്കിൽ? അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ബ്രീച്ചിനെ തിരിക്കാൻ നോക്കാം, അതിന് വേർഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഇലക്റ്റീവായിട്ട് നമുക്ക് സിസേറിയൻ എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ ബ്രീച്ച് ഡെലിവറിക്ക് ട്രൈ ചെയ്യാം. അതിൻ്റെ റിസ്ക്കുകൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഡെലിവറിക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ വേർഷൻ, അതായത് ബ്രീച്ചിനെ തിരിക്കാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് എഗെയിൻ ഇപ്പോൾ ചില കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ യൂട്രസിൽ വലിയ പ്രോബ്ലം ഇല്ല, വെള്ളം ആവശ്യത്തിനുണ്ട്, ആവറേജ് സൈസ് ബേബിയാണ്, നമുക്ക് തിരിക്കാൻ പറ്റും. പ്രത്യേകിച്ചും സെക്കൻഡോ തേർഡ് ഡെലിവറി ഒക്കെ ആകുമ്പോൾ വയറ് കുറച്ച് ലൂസാകും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് തിരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസസിലൊക്കെയാണ് നമ്മൾ ബ്രീച്ച് ഡെലിവറിക്ക് അല്ലെങ്കിൽ ബ്രീച്ച് വേർഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അതായത് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് ബേബിയുടെ കിടപ്പൊക്കെ നോക്കി ബേബീനെ ഹെഡ് പുഷ് ചെയ്ത് പതുക്കെ താഴേക്ക് കൊണ്ടുവരാനും ബ്രീച്ചിനെ താഴെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് പൊസിഷൻ മാറ്റാനും ശ്രമിക്കുക. അതാണ് വേർഷനിൽ ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും പ്രോബ്ലം ഉള്ളതാണോ? ഈ വേർഷൻ ചെയ്യുന്ന സമയത്ത് വെരി റെയർലി പെയിൻ വരാം. ചിലപ്പോൾ ലേബർ പെയിനിലേക്ക് പോയെന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം പൊട്ടിപ്പോയെന്ന് വരാം, അല്ലെങ്കിൽ തിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും ഡിസ്ട്രെസ് വരാനുള്ള ഒരു സാധ്യതയൊക്കെ വരാം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് നമുക്ക് അത് അൾട്രാസൗണ്ട് ഗൈഡൻസിലും ടേം ആയ ശേഷം, അഥവാ പെയിനിൽ പോയാലും ഇനിയിപ്പോൾ നമുക്ക് ഡെലിവറി എടുക്കാം എന്നുള്ളൊരു സാഹചര്യം, അതായത് 37-38 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മെച്യോറിറ്റിയൊക്കെ കംപ്ലീറ്റ് ആണ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ ലേബർ റൂമിൽ വെച്ചിട്ടാണ് യൂഷ്വലി ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറ്. അൾട്രാസൗണ്ട് മെഷീൻ എടുത്ത് വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് ബീറ്റൊക്കെ നോക്കി പൊസിഷനൊക്കെ കറക്റ്റായി വരുന്നുണ്ടോ നോക്കി അമ്മയ്ക്ക് യൂട്രസ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്ത ശേഷം തിരിക്കാൻ നോക്കും. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആ ഹെഡായിട്ട് തന്നെ ഫിക്സ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാം. ചിലപ്പോൾ ഇത് തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ ഓപ്ഷൻസ് ഒന്നില്ലെങ്കിൽ നമ്മൾ ഇലക്റ്റീവ് സിസേറിയന് പോവുക, അല്ലെങ്കിൽ വെജൈനൽ ബ്രീച്ചിന് ഡെലിവറി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. വെജൈനൽ ബ്രീച്ച് ഡെലിവറി ചെയ്യാൻ ഈ പറഞ്ഞ പോലെ റിസ്ക്കുകളുണ്ട്. നമ്മളത് മനസ്സിലാക്കി നമുക്ക് ഡെലിവറി മതി, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം എന്നാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ട്രൈ ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടൈസുള്ള ഡോക്ടറാണെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഇലക്റ്റീവായിട്ട് റിപ്പീറ്റ് സിസേറിയന് തീരുമാനിക്കാം. താങ്ക് യു.